എന്റെ സന്തോഷവും സൗഭാഗ്യവും തിരികെ തരാൻ പോകുന്ന മഹാനഗരമേ, നിന്നെ ഞാൻ കൺകുളിർക്കി ഒന്ന് കണ്ടോട്ടെ. ചേട്ടാ ദാ ആഹാ 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 വെൽക്കം ടു ദ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ. ഞാൻ വർഷ. വ്യക്തികളെ അവരുടെ യാത്രക്കിടയിൽ പരിചയപ്പെടുത്തുന്ന ഏഷ്യ വിഷന്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേരെന്താ? എന്തിനാ? ചേട്ടൻ ഞാനൊരു ചാനൽ അവതാരികയാണ്. ഭാഷ കേട്ടപ്പോ മനസ്സിലായി. വ്യക്തികളുടെ ജീവിതം, അഭിരുചി, പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഷോ ആണിത്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചാനൽ ടീം പരിഹരിച്ചു തരും. ആണോ? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-8 കൊല്ലായി. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചാനൽ വിചാരിച്ചാൽ അതൊന്ന് സാധിച്ചു തരാൻ പറ്റുമോ? എന്റെ കുട്ടി, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം കുട്ടിയാ. 100-300 കിലോമീറ്റർ യാത്ര ചെയ്ത് വരിക. ഈ ക്ലാപ്പ് ഒന്ന് മാറ്റിക്കേ, ഒന്ന് പൊക്കോട്ടെ. അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്കറിയാം എന്തോ ഒരു വിഷമം ചേട്ടൻ അലട്ടുന്നില്ലേ. കൈനോട്ടക്കാരിയാ എന്റെ കുട്ടി. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. എന്നാൽ ദുഃഖവും പ്രശ്നമുള്ള ഓരോരുത്തരും അവരവരുടെ രീതികളിൽ വ്യത്യസ്തരായിരിക്കും. കോടിക്കണക്കിന് സമ്പാദ്യം കാണും, പക്ഷെ പഞ്ചസാര ഇട്ടൊരു ചായ കുടിക്കാൻ പറ്റില്ല. എന്താ? ഷുഗർ. കാഴ്ചയിൽ യോഗ്യരായിട്ടുള്ള ഭാര്യയും ഭർത്താവും ആയിരിക്കും, പക്ഷെ ഡൈവേഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടിട്ട് നിൽക്കുകയായിരിക്കും. ഇപ്പൊ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തോളൂ. കാഴ്ചയിൽ സുന്ദരി സുമുഖി, പക്ഷെ എന്താ കാര്യം? കയ്യിലൊരു കോലുമായിട്ട് നാട് നീളെ തെണ്ടി നടക്കാനല്ലേ യോഗം. പ്രശ്നങ്ങളുടെ നൂൽപാലമാണ് കുട്ടി ജീവിതം. നോക്കി നടന്നില്ലെങ്കിലേ അതിന് തലകുത്തി താഴെ വീഴും. കുട്ടി ചെല്ല്, ചേട്ടൻ പോട്ടെ. സ്വാമിയേ ശരണമയ്യ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടി. ജീവിതത്തെ കുറിച്ചുള്ള നല്ല നിരീക്ഷണങ്ങളായിരുന്നു. സമ്മാനമുണ്ട്. ഇവിടെ ക്യാമറ. നിറപറ സ്പോൺസർ ചെയ്യുന്ന 10 കിലോ അരി, കോട്ടയം ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ. തുറന്നാ ചിലപ്പോ കാറ്റത്ത് പറന്നു. സോപ്പില്ലേ? നിങ്ങൾ സാധാരണ ഒരു ഡിക്ഷണറി കൊടുക്കാറുണ്ടല്ലോ, അതെവിടെയാ? ചേട്ടൻ ആളൊരു തമാശക്കാരൻ തന്നെ. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അത് വേണോ? ഒരു കൈ കൊടു മാഷേ. താങ്ക് യു. ഓക്കേ ഗയ്സ്, കം ഓൺ. ചേട്ടാ ഒരു ഇല്ലേട്ടാ, പോണില്ല. എന്ത് സാധനമുണ്ട്? ഹലോ. ഒരു ഇല്ല, പോണില്ല. ഓട്ടം ചേട്ടാ പോവാം. ഒരു സാധനം വായിക്കണുണ്ടല്ലോ. ഹലോ, ഇത് ഓടുന്ന ഓട്ടോയാണോ ഓടാത്ത ഓട്ടോയാണോ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓട്ടം പോയേക്കാം. കേറിക്കോ. എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും അത്ര പിടിയില്ല. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? അടുത്ത ബാറുണ്ട്, അങ്ങോട്ട് വിടാം. അതൊന്നും വേണ്ട. എനിക്ക് സ്ഥലമൊന്നും അത്ര പിടിയില്ലാത്തോണ്ടാ. എനിക്ക് ഇദ്ദേഹത്തെ കാണേണ്ടത്. അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തിന്റെ വകയിലൊരു അനുജനായിട്ട് വരും. ഇദ്ദേഹത്തെ ഞാൻ അറിയും. ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പനി കുറെ കാലം ഉണ്ടായിരുന്നു. കേറിക്കോ. ഇവിടെയാണോ വലിയേട്ടൻ ഓഫീസ്? ഇവിടെ മാത്രല്ല, സിറ്റിയുടെ പല ഭാഗത്തും ബ്രാഞ്ചുകളുള്ള മനുഷ്യനാ. പിന്നെ ഇവിടെയാണ് മെയിൻ. നേരെ നടന്ന് വലത്തേക്ക്. ഇതാണ് ചില മുതലാളിമാരുടെ എളിമ എന്ന് പറയുന്നത്. വലിയേട്ടൻ ഒരു സ്ഥിതി വെച്ചിട്ട് സിറ്റിയിൽ എവിടെ വേണമെങ്കിൽ താമസിക്കാമല്ലോ. വിട്ടിട്ട് ഇങ്ങനെ എളിമ എത്രയായി? പൈസ ഒന്നും വേണ്ട. അദ്ദേഹത്തിന് എന്റെ ഞാൻ പൈസ വാങ്ങൂല. നേരെ നടന്നോ വലത്തേക്ക്. ഓക്കേ. വലിയേട്ടൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണി തന്നെ. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അവന്റെ കാര്യം ഞാൻ നോക്കാം. നല്ലൊരു ഫീഡ് വേണം. വണ്ടി എടുക്കണോ? ഇനി അങ്ങനെ ഇടാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷൻ തൃക്കര. അയ്യോ സാറേ, എന്നെ ഇടിച്ചില്ലേ?
കൊള്ളാം നന്നായിട്ട്. പിന്നെ വടയും പഴമൊക്കെ സത്യം എടുത്ത് വെക്ക് കള്ളി. എന്താണ് ഒരു ചുറ്റിക്കളി? അല്ല ഞാനൊരു മുണ്ടടിച്ചിറോ? അല്ലാതെ മുണ്ടടിച്ചിറോ? മനുഷ്യനെ കളിയാക്കുന്നു. അല്ല സാർ, പേടിച്ചിട്ടാ. എന്റെ അച്ഛൻ ഒരു പോലീസായിരുന്നു, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണുമ്പോ ഇപ്പോഴും അറിയാതൊരു പേടി. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ. പോലീസ് ജനങ്ങളുടെ സുഹൃത്താണ്. ഒരു കൂട്ടുകാരന് മറ്റൊരു കൂട്ടുകാരനോട് എന്തും പറയാം. അത് മാത്രം എടുക്കരുത്. ഇത് മാത്രം പറയരുത്. നീ വന്ന കാര്യം പറയടാ. ഞാൻ കൃഷ്ണപുരത്ത് നിന്ന് വരിക. വന്നോളൂ. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന സേതു. ചെങ്കിരി സേതു. പുള്ളിക്കാരൻ എന്റെ നിന്റെ എന്റെ ആരുമല്ല. ആരും അല്ലേ? എന്താണ് ഒരു വിക്കലും പറയലും ഒക്കെ? അല്ല, എന്റെ വകയിലൊരു ഏട്ടനായിട്ട് വരും. എന്താണ് ആദ്യം പറയണേ? ഇങ്ങോട്ട് വന്നേ. വേണ്ട വേണം വേണ്ട വേണം വേണ്ട. ചെങ്കിരിയുടെ അനിയനല്ലേടാ? അല്ല ആണ്. അല്ല ഇങ്ങോട്ട് വരാം. അല്ല, ഞാൻ പെട്ടെന്ന് മരിക്കടാ, ഇല്ലെങ്കിൽ ഇടികൊണ്ട് ചാവും. നല്ലതാ. ഡേയ്, നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ഷേ ഞാനൊന്ന് കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണു കാണുമ്പോ ഇത്തിരി കൂടിപ്പോന്ന്. എടാ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവം മാറും. വല്യേട്ടാ. വലിയേട്ട് മമ്മൂട്ടിയുടെ ഒരു പടമല്ലേ? വല്യേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കൃഷ്ണപുരത്തെ മാധവിയമ്മയുടെ മകൻ ജയശങ്കർ. ഏത് കൃഷ്ണപുരം, ഏത് മാധവിയമ്മ എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വല്യേട്ടന്റെ അച്ഛൻ എനിക്ക് തന്ന ശിക്ഷ, അന്ന് അദ്ദേഹം അരിവാള് വെച്ച് വെട്ടിയ വെട്ട്, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വല്യേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ. എനിക്കൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വല്യേട്ടൻ എണീച്ചേ. എണീക്ക്. എന്തിന്? എണീക്ക്. ഒന്ന് കുനിഞ്ഞു നിന്നേ. ഇത് കണ്ട, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാശ് മോഷ്ടിച്ചതിന് വല്യച്ഛൻ വെട്ടി ഒരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. കുനിച്ചു നിർത്തിയത് മതിയടാ. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിരിക്കട്ടെ, എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? എന്താ പോലീസ് പിടിച്ചെന്നാ? ആരെ പിടിച്ച്? നിന്റെ വെള്ളിയേട്ടന് നാട്ടുകാരുടെ തല്ലു കൊള്ളാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. നാട്ടുകാരുടെ തല്ലോ? എന്തിന്? ഒന്നും പണ്ടൊക്കെ മോഷ്ടിച്ച പിന്നെ നാട്ടുകാരെ തല്ലല്ലേ? മോഷ്ടിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യേട്ടാ. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, എന്റെ മുഖത്തോ? എന്റെ മുഖത്ത് അതുണ്ട്. താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. വല്യേട്ടാ, നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ഇവര് എന്റെ ഫ്രണ്ട്സ് എന്തേലും കാരണം ഉണ്ടാക്കി അപ്പ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. തവള കരയുന്ന എടുക്ക്. ഹലോ. സാർ, കംപ്ലൈന്റ് ആയിട്ടൊന്നുമില്ല സാർ. നമ്മുടെ ചെങ്കീരി സേതു. ആരാടേ? ഫോട്ടോസേ രമണൻ സാർ. നമസ്കാരം സാറേ. സാർ, ഇന്നലെ ഒരു പൊതി കൊടുത്തയച്ചായിരുന്നു, കിട്ടിയല്ലോ അല്ലേ? എന്താ മോൻ അടുത്ത ആഴ്ച MB അഡ്മിഷനോ? എത്ര വേണം? 30? ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. ശരി. രമണന്റെ മോൻ MBക്കായി. കഴിഞ്ഞ വർഷം അവൻ BA ആയിരുന്നു, ഇപ്പൊ MBA. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ MBBS. പിള്ളേര് വരളുന്ന വരൾച്ചേ. ഫയലും എടുത്തേ. പിടിച്ചേ, ഇവിടെ ഒപ്പിട്ടെ. ഈ നാട്ടുകാരെ ഒമ്പോ ചെല്ലിനെ പിടിച്ചത് ജസ്റ്റ് ഒരു സാക്ഷി വേണം, അത്രേ ഉള്ളൂ. പെറ്റി കേസ് അങ്ങനെ ചാർജ് ചെയ്താൽ മതി. ഒപ്പിട്. അത് അന്ന് അവിടുന്ന് നാട് വിട്ടിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പടുത്തുയർത്തിയതാടാ എന്റെ ഈ കാണുന്നതല്ല. ഇതൊക്കെ പറമ്പോക്കാം. ഇങ്ങോട്ട് കാണാം. ഇതാടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അലോദോഹം, അല്ല അധോലോഹം.